ഇങ്ങോട്ട് വാ. നോക്ക്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദയവ് ഇതിങ്ങനെ കരയാതിരിക്കും. നീ കേട്ടല്ലോ, ചെറുക്കന് നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വിദ്യാഭ്യാസമുള്ളവനാ, കുടുംബമാണെങ്കിലും നല്ലൊരു കുടുംബമാണ്. നമ്മൾ എങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ചാലും ഇത്രയും നല്ലൊരു ബന്ധം ഇനി നമുക്ക് കിട്ടില്ല. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് മനസ്സിലാകും മൺകുട്ടി, നിനക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. എന്നാൽ ആ തീരുമാനം എല്ലാവർക്കും സന്തോഷമുള്ളതായിരിക്കണം. അപ്പോഴേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഓരോ ദിവസം നിന്റെ ഭാവിയെപ്പറ്റി ആലോചിച്ച് എനിക്കെൻ്റെ ജോലി പോലും ശരിക്കും ചെയ്യാൻ പറ്റാതായിരിക്കുക. പ്ലീസ്. എന്താ മണിക്കുട്ടി, നിനക്ക് സമ്മതമാണോ? അമ്മായി, മണിക്കുട്ടിക്ക് എതിർപ്പൊന്നുമില്ലാന്ന് വിചാരിക്കുക അല്ലേ? എന്റെ വാക്ക് നീ അനുസരിക്കില്ലേ മണിക്കുട്ടി എന്ന് ചോദിച്ച് എന്നൊരു പമ്പര വിഡ്ഢിയാക്കിയില്ലേ മുരളിയേട്ട? ഇങ്ങനൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നറിഞ്ഞോണ്ട് ആ പയ്യൻ എനിക്ക് ഇഷ്ടമായില്ലെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എങ്ങനെ ചോദിക്കാൻ തോന്നി? അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു അല്ലേ? അമ്മ ആളെ കൊള്ളാലോ. ഇറച്ചി വിലയ്ക്ക് തൂക്കി വെക്കാനായിട്ട് കശാപ്പ് കടയിൽ കൊടുക്കായിരുന്നില്ലേ ഇതിലും ഭേദം? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു നാടകത്തിന് കൂട്ടി നിൽക്കാൻ തോന്നി? ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് അമ്മ എന്നെ ചതിക്കായിരുന്നല്ലേ? ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ എങ്ങനെ കഴിഞ്ഞു? എല്ലാത്തിനും സാക്ഷിയായിട്ട് അമ്മ അവരുടെ കൂടെ കൂടിയല്ലേ? മണിക്കുട്ടി, അവരെ നീ വെറുതെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ തന്നെ അവരോട് മണിക്കുട്ടിയോട് ഒന്നും പറയാതെ വേണം കൂട്ടിക്കൊണ്ടുവരാനെന്ന് പറഞ്ഞത്. ഞാൻ നേരിട്ട് അവളോട് സംസാരിച്ച് മണിക്കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചോളാന്നും പറഞ്ഞിരുന്നു. ശരി മുരളിയേട്ട, മുരളിയേട്ടൻ ഇത്രയും പാടുപെട്ടതല്ലേ? മുരളിയേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് കല്യാണത്തിന് സമ്മതം.